ഏവർക്കും സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇന്നലത്തെ വിധിയോടുകൂടെ സമൂഹത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത് മതപരിവർത്തനവും ജാതി വ്യവസ്ഥയും എന്നുള്ളതാണ്. സംവരണം മതിയെന്നോ അതോ സമൂലമായ മാറ്റം വേണമോ എന്നുള്ളതാണ് ഇത്തരണത്തിൽ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം. ഇന്ത്യയുടെ ഭരണഘടന സാമൂഹ്യ നീതി, സമത്വം, മനുഷ്യ ഗൗരവം എന്നിവയെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. എന്നാൽ ഇന്നും ഒരു വ്യക്തിയുടെ ജീവിത സാധ്യതകൾ അദ്ദേഹത്തിന്റെ ജനനത്തെ ആശ്രയിച്ച് നിർണയിക്കപ്പെടുന്നുവെങ്കിൽ അത് ഭരണഘടനയുടെ ആത്മാവിനോടുള്ള വെല്ലുവിളിയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. പ്രത്യേകിച്ച് പട്ടികജാതി പദവിയും മതപരിവർത്തനവും തമ്മിലുള്ള ബന്ധം ഈ വൈരുദ്ധ്യത്തെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. മതം മാറുന്നതായിട്ടുള്ള സമയത്ത് ജാതി ഇല്ലാതെയാകുമോ ഒരു ചോദ്യം ഇന്നല്ല, എത്രയോ നാളുകളായിട്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, സമൂഹം ഒരുമിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. നിയമം പറയുന്നത് വളരെ ലളിതമായിട്ടാണ്. ഹിന്ദു, സിഖ് മതം, ബുദ്ധമതം ഇങ്ങനെയുള്ള മതങ്ങളിലേക്ക് ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പട്ടികജാതി പദവി, അഥവാ അവർക്ക് മാത്രമാണ് ജാതീയതയുള്ളൂ എന്നാണ്. അതായത് ഒരാൾ ക്രിസ്തു മതത്തിലേക്കോ ഇസ്ലാമിലേക്കോ മാറുമ്പോൾ അയാൾക്ക് ആ പദവി ഇല്ലാതെയാകും. ഏത് പദവി? ജാതി പദവി ഇല്ലാതെയാകും. ഈ നയം ഒരു അടിസ്ഥാന ധാരണയിൽ നിന്നാണ് ഉയരുന്നത്. ഈ മതങ്ങളിൽ ജാതി വിവേചനം ഇല്ല എന്നുള്ളതാണ് അതിനായിട്ട് ന്യായമായി പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? സാമൂഹ്യ ജീവിതത്തിൽ ജാതി മതം മാറുന്നത് പോലെ ഇല്ലാതാകുന്നില്ല. ഒരു ദളിതന് ക്രിസ്ത്യാനിയായോ അല്ലെങ്കിൽ ദളിത് മുസ്ലിമായോ സമൂഹം പലപ്പോഴും അവരുടെ പഴയ ജാതി തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, വിവാഹം വരുന്ന സമയത്ത്, സാമൂഹ്യ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക അവസരങ്ങൾ വരുന്ന സമയത്ത് എല്ലായിടത്തും ഈ ഒരു വിവേചനം വളരെ സ്പഷ്ടമായിട്ട് ദർശിക്കാൻ സാധിക്കും. അപ്പോൾ ചോദ്യം ഉയരുന്നത്, നിയമം അംഗീകരിക്കാത്ത വിവേചനം സമൂഹത്തിൽ യാഥാർത്ഥ്യമായി തുടരുമ്പോൾ ആ വ്യക്തിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഞാനത് ഒന്നുകൂടി ഉദാഹരണ സഹിതം പറയാം. ഇന്ന് രാവിലെ വരെ ഞാനൊരു ദളിത് ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് 10 മണിയായപ്പോൾ ഞാൻ മാമോദിസ സ്വീകരിച്ച് ഞാനൊരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. എന്റെ ജാതീയത എപ്പോഴാണ് അവസാനിക്കുന്നത്? എന്റെ തൊട്ടുകൂടായ്മ എപ്പോഴാണ് അവസാനിക്കുന്നത്? ഞാൻ മാമോദിസ സ്വീകരിച്ച ആ ക്ഷണം തന്നെ അതില്ലാതെയായി തീർന്നോ? അതോ അത് പിന്തുടരുന്നുണ്ടോ? പിന്തുടരുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് എനിക്ക് അതിൽ നിന്നുള്ള വിമോചനം തരേണ്ടത് ഇവിടുത്തെ നീതിന്യായ വകുപ്പല്ലേ? അത് തരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ ജാതി വ്യവസ്ഥ എന്നെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റക്കാരാരാണ്? ഇവിടുത്തെ നിയമവ്യവസ്ഥ തന്നെയല്ലേ? ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും കൂടെയുള്ള ഒരു ചോദ്യമാണ്. സംവരണം എന്ന് പറയുമ്പോൾ പല ആളുകളും ധരിക്കുന്നത് സംവരണം കൊടുത്തു കഴിഞ്ഞാൽ ജാതിയുടെ പ്രശ്നം തീരുമെന്നുള്ളതാണ്. സംവരണം വാസ്തവത്തിൽ ഒരു പരിഹാരമാണോ, അതോ താൽക്കാലികമായിട്ട് ഒരു പ്രത്യേക മതത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്, ഇവിടെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണോ? ആ ചോദ്യം ഇവിടുത്തെ ന്യായാധിപന്മാരുടെ ചങ്കിലേക്ക് ഞാൻ ഇട്ടുതരികയാണ്. ഇവിടുത്തെ താൽക്കാലികമായിട്ടുള്ള ഒരു ഉപകരണമായി ജാതീയത ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് നിങ്ങൾ റിസർവേഷനെ അല്ലെങ്കിൽ സംവരണത്തെ കാണുന്നതെങ്കിൽ നിങ്ങൾ കയ്യോ കഷ്ടം എന്നല്ലാതെ പറയാൻ തരമില്ല. സംവരണം ഒരു പരിഹാരമല്ല. സംവരണം എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമല്ല, മറിച്ച് ഒരു പരിഹാരത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ്. അത് ചരിത്രപരമായ അനീതികളെ പരിഹരിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിലും അത് ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കിയിട്ടില്ല. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാത്തിടത്തോളം കാലം നമ്മുടെ രാജ്യത്തിന് പൊതുവിൽ ഒരു വളർച്ച ഉണ്ടാകുകയില്ല. ചില ആളുകൾക്ക് ഏതെങ്കിലും പുരോഗതികൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഇന്ത്യക്ക് പുരോഗതി ഉണ്ട് എന്ന് അത് വെച്ചുകൊണ്ട് നമുക്ക് അളക്കാനോ പറയാനോ സാധ്യം അല്ല എന്നുള്ളത് ഇവിടുത്തെ മന്ത്രി പൊങ്കുവന്മാർ അറിയണം, കേന്ദ്രം ഭരിക്കുന്നവർ അറിയണം. നിങ്ങള് ചില കാര്യങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾക്ക് ചില വസ്തുതകൾ വെച്ച് നീട്ടിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം പുരോഗതിയിലേക്ക് എത്തി എന്ന് പറയുന്നത് പമ്പര വിഡ്ഢിത്തരമാണ്. കാരണം ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ സംവരണ ആനുകൂല്യങ്ങൾ കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സംവരണം ലഭിക്കുന്നതിലൂടെ ചിലർക്ക് വിദ്യാഭ്യാസവും തൊഴിലും ലഭ്യമാകും എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ സാമൂഹ്യ മാന്യതയും തുല്യതയും എല്ലാവർക്കും അതിലൂടെ ലഭിക്കുന്നില്ല. സംവരണം കൊണ്ട് തുല്യ നീതിയും തുല്യ സാമൂഹ്യ മാന്യതയും ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് സംവരണം ലക്ഷണത്തെ ചികിത്സിക്കുന്നു,
രോഗത്തെ അല്ല എന്നുള്ളത് നിങ്ങൾ അറിയണം. യഥാർത്ഥ രോഗം എന്താണ് എന്നുള്ളത് ഇതുവരെ നിങ്ങൾ ആരും തന്നെ ചർച്ച ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാമെങ്കിലും അറിയാത്തതുപോലെ നിങ്ങൾ ഉറക്കം നടിക്കുകയാണ്. ജാതി വ്യവസ്ഥ എന്നത് ഒരു സാമൂഹ്യ രോഗമാണ്. അത് മനുഷ്യരെ ജനനം അടിസ്ഥാനമാക്കി വിഭജിക്കുന്ന ഒന്നാണ്. ഇതൊരു അമാനുഷികവും അനീതിയുമായ ഒരു സമ്പ്രദായമാണ്, അഥവാ ഈവിൾ പ്രാക്ടീസ് ആണ്. ഈ ഈവിൾ പ്രാക്ടീസ് ആരംഭിച്ചത് നിങ്ങളുടെ വേദത്തിൽ നിന്ന് തന്നെയാണ്. എന്നിട്ട് അതിനെ സംരക്ഷിക്കുന്ന രീതിയിലല്ല, ഇല്ലാതാക്കുന്ന രീതിയിലാണ് നമുക്ക് സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ വെല്ലുവിളിക്കുകയാണ്, അല്ലെങ്കിൽ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. മതപരിവർത്തനം അതൊരു രക്ഷപ്പെടലാണോ അതൊരു ശിക്ഷയാണോ എന്ന് ആലോചിച്ച് നോക്കി. ചരിത്രപരമായി പലരും ജാതി വിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മതം മാറിയതാണ്. എന്നാൽ ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ അതൊരു വിചിത്രമായ അവസ്ഥ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. മതം മാറുമ്പോൾ സംവരണവും നിയമപരമായ സംരക്ഷണവും നഷ്ടമാകും. എന്നാൽ സാമൂഹ്യ വിവേചനം പലപ്പോഴും അവനെ പിന്തുടരുന്നു, ആ വ്യക്തിയെ പിന്തുടരുന്നു, ആ കുടുംബത്തെ പിന്തുടരുന്നു. അതിനർത്ഥം ഒരു വ്യക്തി വിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് നിയമപരമായ സംരക്ഷണവും നഷ്ടമാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. കോടതി വിധിയിലൂടെ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും ഹീനമായ ഒരു കാര്യം, തൻ്റെ ജാതിയിൽ നിന്ന്, ജാതി വിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാള് മറ്റൊരു വിശ്വാസം സ്വീകരിച്ചു. അതുകൊണ്ട് അയാൾക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം നഷ്ടപ്പെടുത്തുന്നു. എന്തൊരു നാണം കെട്ട ഒരു രാജ്യമാകുകയാണ് നമ്മുടെ രാജ്യം. ഇത് നീതിയാണോ? നിങ്ങൾ പറ, ഇത് നീതിയാണോ? സർക്കാരിനുള്ള നിർണായകമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇനി ഞാൻ ഉന്നയിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ സർക്കാർ നേരിടേണ്ടതായ അടിസ്ഥാനമായിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്ന്, ജാതി ഒരു മതപരമായ പ്രതിഭാസം മാത്രമാണോ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണോ? നിങ്ങൾ പറയുന്നു ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാതീയത, ഞാനത് സമ്മതിച്ചു തരാം. പക്ഷേ ആ ഒരു പ്രതിഭാസം ഒരു മതപരമായിട്ടുള്ള പ്രതിഭാസം മാത്രമാണോ, അതോ ഒരു സാമൂഹ്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണോ? ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒന്നുകിൽ നിങ്ങൾ സമ്മതിക്കണം ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണെന്ന്, അല്ല എങ്കിൽ പറയണം അല്ല, ഇത് സാമൂഹ്യ യാഥാർത്ഥ്യമല്ല എന്ന്. എന്തുകൊണ്ടല്ല എന്നുള്ളതും വിവരിക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. മതം മാറിയ ശേഷം വിവേചനം തുടരുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് സംരക്ഷണം നിഷേധിക്കുന്നത് ഭരണഘടനാപരമായി ശരിയാണോ? എന്റെ ചോദ്യം വളരെ ഷാർപ്പായിട്ടുള്ളതാണ്. നിങ്ങൾക്കത് ബോധ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കുന്ന എല്ലാവരും ദയവുണ്ടായിട്ട് ഇത് നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഇത് പ്രചരിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആർക്കും ഇത് കൊടുക്കാതിരിക്കരുത് ദയവുണ്ടായിട്ട്. മലയാളം അറിയുന്ന ആളുകൾ എല്ലാവരും ഇത് കേൾക്കുവാൻ കൊണ്ട് ഇടയായിത്തീരണം. മതം മാറിയ ശേഷം വിവേചനം തുടരുന്നുവെങ്കിൽ എന്റെ ചോദ്യം, ആ വ്യക്തിക്ക് സംരക്ഷണം നിഷേധിക്കുന്നത് ഭരണഘടനാപരമായി ശരിയാണോ? ആണോ? സംവരണം മതവുമായി ബന്ധിപ്പിക്കുന്നത് സമത്വത്തിന്റെ ആശയത്തോട് വിരുദ്ധമല്ലേ? സമത്വത്തെ കുറിച്ച് പറയുകയും ഇക്വാലിറ്റി എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. ആ ഇക്വാലിറ്റിക്ക് എതിരായിട്ട് പാരഡോക്സിക്കലായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ ഇപ്പോഴത്തെ വിധിയിൽ കൂടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത് മുന്നോട്ട് പറയാനായിട്ടുള്ള രണ്ട് സാധ്യതകളാണ്. ഒന്നാമത്തത്, ദളിത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഈ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഒന്നാമത് ദളിത് ക്രിസ്ത്യാനികളെയും ദളിത് മുസ്ലിങ്ങളെയും അവരെ കൂടെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. രംഗനാഥ മിശ്ര കമ്മീഷൻ ഇതിനകം തന്നെ ശുപാർശ ചെയ്തതുപോലെ പട്ടികജാതി പദവി മതത്തിൽ നിന്ന് വേർതിരിച്ച് സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നൽകണം. ഇത് യഥാർത്ഥ വിവേചനത്തെ അംഗീകരിക്കും, ഭരണഘടനയുടെ സമത്വ തത്വത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. രണ്ടാമതായിട്ട്, ജാതി വ്യവസ്ഥയെ സമൂലമായി ഇല്ലാതാക്കുക. ഒന്നുകിൽ നിങ്ങൾ ജാതി ഉണ്ടെന്ന് സമ്മതിക്കുകയാണെങ്കിൽ, ജാതി വ്യവസ്ഥ സാമൂഹിക തിന്മയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ, മതഭേദമന്യേ ആ സമൂഹത്തിന് മുഴുവനായിട്ടും സംവരണം നൽകുക. അല്ല എങ്കിൽ ജാതി വ്യവസ്ഥയെ സമൂലമായി ഇല്ലാതാക്കുക. ഇതാണ് കൂടുതൽ ദൂരദർശിയായിട്ടുള്ള ഒരു പരിഹാരമായി എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസം വഴി സാമൂഹ്യ ബോധവൽക്കരണം നടത്തുക, നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുക, ജാതി തിരിച്ചറിയലുകളുടെ സാമൂഹ്യ പ്രസക്തി കുറയ്ക്കുക. മാത്രമല്ല, ഇതിന്റെ ആത്യന്തിക ലക്ഷ്യമായിട്ട് സംവരണമല്ല സമത്വമാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ജാതി വ്യവസ്ഥ ഒരു പഴയ സാമൂഹ്യ ഘടന മാത്രമല്ല, അതിന്നും മനുഷ്യ ഗൗരവത്തെ തകർക്കുന്ന ഒരു സംവിധാനമാണ്. മതം മാറിയാലും അതില്ലാതെയാകുന്നില്ല.
അതിനെ നേരിടാൻ നിയമവും സമൂഹവും ഒരുമിച്ച് മുന്നോട്ട് വരണം. സംവരണം മാത്രമല്ല ഇതിന് പരിഹാരം. ജാതി വ്യവസ്ഥ തന്നെ ഇല്ലാതാകണം. അതുവരെ വിവേചനം അനുഭവിക്കുന്ന ഓരോ മനുഷ്യരും അവരുടെ മതം ഏതായാലും അത് സംരക്ഷിക്കപ്പെടണം. അവന്റെ ജാതി ഇല്ലാതെ ആയിത്തീരുന്നിടം വരെയും ജാതി വിവേചനം കൂടാതെയുള്ള സംവരണവും നടപ്പിൽ വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഭ്യർത്ഥനയോടൊപ്പം തന്നെ ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയുമാണ്. ദയവുണ്ടായിട്ട് ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തേക്കടിലച്ചൻ.